കുക്കിംഗ് വ്ളോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ദീപാവലി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അടുക്കളയിൽ ദിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഒരു മുറുക്കാണ് കാണിക്കാൻ പോണത്. അത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇത് പൊട്ടുകടലയുടെ പൊടിയാണ്. ഞാൻ കടലപ്പൊടി വെച്ചിട്ടുള്ളത് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പൊട്ടുകടല പൊടിച്ചതാണ്. ഇതിവിടെ മഹാരാഷ്ട്രയിൽ മിക്ക ആളുകൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഞാനത് അവരോട് ചോദിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്നിയിലൊക്കെ അരയ്ക്കുന്ന പൊട്ടുകടല ഉണ്ടല്ലോ, അതിനെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഒന്ന് തരിയില്ലാണ്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നോർമൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി എടുത്തിരിക്കണം. അതൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്യണം. നല്ല ചൂടുവെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇത് പൊടികൾ ആഡ് ചെയ്യണതിന് മുന്നേ ഇതിനകത്തേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ചേർത്തിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. ബട്ടർ ചേർത്തിട്ട് ഇതിനെ ഒന്നിങ്ങനെ നമ്മൾ നനച്ചെടുക്കുക. ബട്ടർ ഒന്ന് കുറച്ച് നേരം പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ അതൊന്നിങ്ങനെ മെൽറ്റായിട്ട് വന്നോളും. ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന്. 2 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വൈറ്റ് എള്ളാണ് എടുത്തിരിക്കുന്നത്. കറുത്ത എള്ളായിരിക്കും കുറച്ചും കൂടി നല്ലത്. എൻ്റെ കയ്യിൽ വൈറ്റ് എള്ളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ജീരകം, പിന്നെ കായത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചൂടാക്കി വെച്ചേക്കണ വെള്ളം ഇതിനകത്ത് കുറേശ്ശെ ഒഴിച്ച് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പരുവത്തിന് കുറച്ചും കൂടി ഒരു ലൂസായിട്ട്, ഒരുപാട് ലൂസായി പോകണ്ട, ഒരു ഇടിയപ്പത്തിനൊക്കെ ഒരു ശകലം ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കാം. റെഡി ചെയ്ത് അതുപോലെ ഇങ്ങനെ സോഫ്റ്റായിട്ട് വരണം. പിന്നെ വെള്ളത്തിൻ്റെ അളവ് പല പൊടിക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 2 കപ്പ് വെള്ളം എടുത്തിരുന്നു. അതിനകത്ത് കുറച്ചേ ബാക്കി വന്നുള്ളൂ. അപ്പോൾ ഞാൻ സേവനാഴിയിൽ ഇതുപോലെ സിംഗിൾ ഇട്ടിട്ട് ഉണ്ടാക്കണേ. നമുക്ക് ഇതിൻ്റെ തന്നെ ഇങ്ങനെ കുറേ ഉള്ളതുണ്ടല്ലോ, അതിട്ടിട്ട് ഇങ്ങനെ കഷ്ണമായിട്ടുള്ളത് ഉണ്ടാക്കിയിടുക. പിന്നെ ഇതിങ്ങനെ സേവ് പോലത്തെ സേവിൻ്റെ വലുതുണ്ടല്ലോ, അതിലൂടെയും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ എപ്പോഴും ഇത് വെച്ചിട്ടാണ് ചെയ്യാറ്. ഞാൻ കുറേ മുറുക്കിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടിലും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പികളും ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. വീഡിയോയിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ കിട്ടും, ചാനലിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് തയ്യാറാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഇതിലൂടെ ഞാൻ ഇതിനെ പീച്ച് ഞാൻ പ്ലേറ്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് വറുത്തെടുക്കുകയാണ്. അപ്പം ഞാൻ ഇതിനെല്ലാത്തിനും ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കടലപ്പൊടിയും പൊട്ടുകടല പൊടിച്ചതും അരിപ്പൊടിയും ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസകൾ. അപ്പോൾ നന്ദി, നമസ്കാരം.